അപ്പോൾ ഇത് അത്ര വിലമതിക്കുന്നുണ്ടെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? വാട്സൺ, വളരെ നിസ്സാരം. ഈ പൈപ്പിന് എന്ത് വില വരും? ഏറിയാൽ 7 ഷില്ലിംഗ്. നോക്കൂ, ഇത് 2 തവണ നന്നാക്കിയിട്ടുണ്ട്. ഒരു തവണ മരത്തിലും പിന്നെ ആംബറിലും. ഓരോ തവണയും നന്നാക്കുമ്പോൾ വെള്ളി കെട്ടിയതായും കാണാം. ഇത്രയും പണം മുടക്കി ഇതിൻ്റെ വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ ചിലവാക്കി ഇത് നന്നാക്കണമെങ്കിൽ തീർച്ചയായും അയാൾ ഇതിനെ എത്ര വിലമതിക്കുന്നു എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 7 ഷില്ലിങ്ങിൻ്റെ പൈപ്പ് വലിക്കുന്നയാൾ സമ്പന്നനാകണമെന്നുണ്ടോ? 8 പെൻസ് വില വരുന്ന ഗ്രോവെനർ പുകയിലയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പൈപ്പിലെ അവശേഷിച്ച പുകയില കയ്യിലിട്ടുകൊണ്ട് ഹോംസ് പറഞ്ഞു, ഇതിൻ്റെ പകുതി വിലയ്ക്കും തരക്കേടില്ലാത്ത പുകയില കിട്ടുമെന്നിരിക്കെ ഇത്രയും വില കൂടിയത് ഉപയോഗിക്കുന്നതും അയാൾ സമ്പന്നനാണെന്ന് വിളിച്ചോതുന്നു. അയാൾ വിളക്കിൽ നിന്നോ ഗ്യാസ് ജെറ്റിൽ നിന്നോ ആണ് പൈപ്പ് കത്തിക്കുന്നത്. നോക്കൂ, ഈ പൈപ്പിൻ്റെ ഒരു വശം കരിഞ്ഞിരിക്കുന്നത്. സാധാരണ തീപ്പെട്ടിക്കൊള്ളിയാണെങ്കിൽ ഇങ്ങനെ പൈപ്പ് കരിയുകയില്ല. മാത്രമല്ല, കരിഞ്ഞത് മുഴുവൻ പൈപ്പിൻ്റെ വലതുവശത്താണ്. അതുപയോഗിക്കുന്ന ആൾ ഒരു ഇടംകയ്യനാണ് എന്ന് ഇതിൽ നിന്നും അനുമാനിക്കാം. നിങ്ങൾ തന്നെ ഈ പൈപ്പ് ഒന്ന് വിളക്കിനോടടുത്ത് പിടിച്ചു നോക്കൂ. ഇടതുവശമായിരിക്കും നിങ്ങൾ നാളത്തിൻ്റെ അടുത്തേക്ക് നീട്ടുക. വല്ലപ്പോഴും ഒരിക്കൽ തിരിച്ചും സംഭവിക്കാം, പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കില്ല. ഇത് പക്ഷേ എല്ലായ്പ്പോഴും വലതുവശം തന്നെയാണ് കത്തിയിരിക്കുന്നത്. പൈപ്പ് കത്തിച്ച് പിടിച്ച് ഉടഞ്ഞുപോയ ഈ സ്ഥലവും നോക്കൂ. ആൾ നല്ല ദൃഢശരീരിയും പല്ലിന് നല്ല ബലമുള്ള ആളുമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ശ്രദ്ധിക്കൂ വാട്സൺ, ആരോ കോവണിപ്പടി കയറി വരുന്നുണ്ട്. അയാൾ തന്നെയായിരിക്കും. എങ്കിൽ രസകരമായ പലതും ഇനി നമുക്കറിയാൻ കഴിഞ്ഞേക്കും. ഒരു നിമിഷം കഴിഞ്ഞില്ല, അപ്പോഴേക്കും ഉയരം കൂടിയ ഒരു ചെറുപ്പക്കാരൻ വാതിൽ തുറന്ന് കടന്നു വന്നു. ഇരുണ്ട ചാരനിറമുള്ള സ്യൂട്ട് ധരിച്ചിരുന്നു. സുമുഖനാണ്. പ്രായം 30നോടടുത്ത് തോന്നും. കയ്യിൽ തവിട്ട് നിറമുള്ള ബാഗും കരുതിയിരുന്നു. ക്ഷമിക്കണം, അമ്പരപ്പോടെ അയാൾ പറഞ്ഞു തുടങ്ങി. ഞാൻ വാതിൽക്കൽ മുട്ടിയിട്ട് വേണമായിരുന്നു അകത്ത് കടക്കാൻ. അതോ ഇനി മുട്ടിയോ? പാതി ഉറക്കത്തിലെന്ന പോലെ നെറ്റിത്തടം തടവിക്കൊണ്ട് അയാൾ കസേരയിലേക്ക് വീണു. താങ്കൾ ഉറങ്ങിയിട്ട് തന്നെ 2-3 ദിവസമായും തോന്നുന്നു. കഠിനമായ ജോലിയേക്കാൾ വേഗം തളർത്തുക 2-3 ദിവസത്തെ ഉറക്കമില്ലായ്മയാണ്. എനിക്ക് താങ്കളെ സഹായിക്കാൻ കഴിയുമോ? തീർച്ചയായും. ഞാൻ താങ്കളുടെ ഉപദേശം തേടി വന്നതാണ്. എൻ്റെ ജീവിതം ആകെ താറുമാറായിരിക്കുന്നു. ഞാനൊരു കൺസൾട്ടിംഗ് ഡിറ്റക്റ്റീവ് ആകണമെന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? അതുമാത്രമല്ല, എനിക്ക് താങ്കളുടെ വിലയേറിയ അഭിപ്രായവും അറിയണം. വിവേകവും പരിചയസമ്പത്തുമുള്ള അങ്ങു തന്നെ വേണം ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരുവാൻ. ഒരു പൊട്ടിത്തെറിയുടെ രൂപത്തിൽ മുറിഞ്ഞ വാക്കുകളിലൂടെ അയാൾ പറഞ്ഞു തീർത്തു. അയാളുടെ ഉള്ളിൽ വേദന വിങ്ങി നിൽക്കുന്നതായി തോന്നി. അയാൾ പറഞ്ഞു, വളരെ പ്രയാസമുള്ള കാര്യമാണ്. കുടുംബകാര്യങ്ങൾ അന്യരോട് പറയാൻ ആരും ഇഷ്ടപ്പെടാറില്ല. പക്ഷേ എനിക്കെൻ്റെ ഭാര്യയെക്കുറിച്ച് പരിചയമില്ലാത്ത നിങ്ങൾ 2 പേരോടും സംസാരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഒരു വല്ലാത്ത പെരുമാറ്റമാണ് എൻ്റെ ഭാര്യയുടേത്. ഞാൻ എൻ്റെ ക്ഷമയുടെ ആഴം കണ്ടു കഴിഞ്ഞു. നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ. മിസ്റ്റർ ഹോംസ്, ഞാൻ വിവാഹിതനായിട്ട് 3 വർഷമായി. ഏതൊരു ദമ്പതികളെയും പോലെ വളരെ ഐക്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഞാനും ഭാര്യയും കഴിഞ്ഞു പോന്നത്. ഞങ്ങളുടെ വാക്കിലും ചിന്തയിലും എന്തിനു പ്രവൃത്തിയിൽ പോലും ഒരു ഭിന്നതയില്ലായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കാര്യങ്ങൾ ആകെ മാറി തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് തമ്മിൽ വലിയ ഒരു അകൽച്ചയുണ്ടായിരിക്കുന്നു. എഫി എന്നെ സ്നേഹിക്കുന്നുവെന്ന കാര്യത്തിൽ എനിക്ക് ലേശം പോലും സംശയമില്ല. ഞാൻ എഫിയുടെ ചരിത്രം മുഴുവൻ പറയട്ടെ. ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ അവർ 25 വയസ്സുള്ള വിധവയായിരുന്നു. മിസ്സിസ് ഹെബ്രോൺ എന്നായിരുന്നു പേര്. നന്നേ ചെറുപ്പത്തിൽ തന്നെ അമേരിക്കയിലേക്ക് പോയി. അവിടെ അറ്റ്ലാന്റ പട്ടണത്തിലുള്ള ഒരു അഭിഭാഷകനെ കല്യാണം കഴിച്ചു. അവർക്കൊരു കുട്ടിയുമുണ്ടായി. അവിടെ പടർന്നു പിടിച്ച ഒരുതരം മഞ്ഞപ്പനി മൂലം അവളുടെ ഭർത്താവും കുട്ടിയും മരിച്ചു. അയാളുടെ മരണ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടതാണ്. ഇതോടെ അമേരിക്കയെ വെറുത്ത് അവൾ മിഡിൽ സെക്സിൽ പിന്നാറിലുള്ള അമ്മായിയുടെ വീട്ടിലേക്ക് വന്നു. സാമാന്യം നന്നായി ജീവിക്കാനുള്ള സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഭർത്താവ് മരിച്ചത്. 4500 പൗണ്ടോളം 7% പലിശ കിട്ടുന്ന രീതിയിൽ എവിടെയോ നിക്ഷേപിച്ചിരുന്നു. ഏതാണ്ട് 6 മാസമേ അവൾ പിന്നാറിൽ വന്നിട്ടായിരുന്നുള്ളൂ. അതിനിടയിൽ ഞങ്ങൾ കണ്ടുമുട്ടി, പ്രേമബദ്ധരായി, പിന്നീട് വിവാഹിതരായി. ഞങ്ങൾ നോർബറിയിൽ ആണ്ടിൽ 80 പൗണ്ട് വാടക കൊടുത്ത് ഒരു വീടെടുത്തു. ആ വീട് നഗരത്തിന് വളരെ അടുത്താണെങ്കിലും അവിടെ ഒരു ഗ്രാമാന്തരീക്ഷമാണ്. വീടിന് അല്പം മുകളിലായി ഒരു സത്രവും 2 വീടുകളുമുണ്ട്. കൂടാതെ വയലിനക്കരെയായി ഞങ്ങളുടെ വീടിന് അഭിമുഖമായി മറ്റൊരു വീടും കാണാം. ഇതുകൂടാതെ അടുത്തെങ്ങും മറ്റു കെട്ടിടങ്ങളില്ല. വേനൽക്കാലം ഒഴിച്ചുള്ള സമയങ്ങളിലെല്ലാം ഞാൻ നഗരത്തിലായിരിക്കും കച്ചവടം ചെയ്യുന്നതിന്. വേനൽക്കാലത്ത് ഞാൻ വീട്ടിൽ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഉണ്ടാവും. ഈ ശപിക്കപ്പെട്ട സംഭവത്തിന് മുൻപ് ഞങ്ങൾക്കിടയിൽ അവിശ്വാസത്തിൻ്റെ ഒരു നിഴൽ പോലും വീണിരുന്നില്ല. ഇതിനിടെ ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഉടനെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവളുടെ മുഴുവൻ സ്വത്തും എൻ്റെ പേരിൽ എഴുതി തന്നു.
ബിസിനസ് ഇടപാടുകളല്ലേ, എന്തെങ്കിലും പാകപ്പിഴ വന്നാലോ എന്ന് ഞാൻ പറഞ്ഞു. അവൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നോട് ചോദിച്ചു കൊള്ളാമെന്ന വ്യവസ്ഥയിൽ അതെല്ലാം എൻ്റെ പേരിൽ എഴുതി വെച്ചു. 6 ആഴ്ചകൾക്ക് മുൻപ് അവൾ പറഞ്ഞു, ജാക്ക്, എനിക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ ചോദിക്കാമെന്ന് പറഞ്ഞുവല്ലോ. എനിക്കിപ്പോൾ ആവശ്യം വന്നിരിക്കുന്നു. 100 പൗണ്ട് വേണം. ഇത് കേട്ട് ഞാൻ അമ്പരന്നുപോയി. എന്താണ് ആവശ്യം? അങ്ങ് എൻ്റെ ബാങ്കറാണെന്നല്ലേ എന്നെ ധരിപ്പിച്ചിരിക്കുന്നത്? ഒരു ബാങ്കർ ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കാറില്ല. അവൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ പണം ഞാൻ നൽകാമെന്ന് തീരുമാനിച്ചു. എന്തായാലും പണം തരാം, പക്ഷേ എന്തിനാണെന്ന് പറയുന്നതല്ലേ ഭംഗി എന്ന് ചോദിച്ചപ്പോൾ പറയാം, പക്ഷേ ഇപ്പോൾ ഇല്ല എന്നായിരുന്നു അവളുടെ മറുപടി. അങ്ങനെ ആദ്യമായി ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു രഹസ്യം പിറന്നു. ഞാൻ ചെക്ക് എഴുതി കൊടുത്തു. പിന്നെ അതിനെക്കുറിച്ച് ഓർത്തതേയില്ല. ഇപ്പോൾ ഇതിവിടെ പറയാൻ കാരണം ഇനിയുള്ള സംഭവങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന ആശങ്കയുള്ളതുകൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ വീടിന് അകലെയല്ലാതെ ഒരു ഒഴിഞ്ഞ വീടുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അവിടെ എത്തുന്നതിന് മുൻപ് ഒരു വയൽ കഴിഞ്ഞ് റോഡിലൂടെ പോയാൽ ഒരു ഇടവഴി കഴിഞ്ഞാൽ ഫിർ മരങ്ങൾ തിങ്ങിയ ഒരു ഉദ്യാനം. ഈ ഉദ്യാനത്തിലൂടെ ഉലാത്തുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള വിനോദമായിരുന്നു. അങ്ങനെ നടക്കുന്നതിനിടയിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തു നല്ല വീട്, ഈ പഴയ മാതൃകയിലുള്ള 2 നില കെട്ടിടം എന്തിനൊഴിഞ്ഞു കിടക്കുന്നു എന്ന്. അങ്ങനെയിരിക്കെ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് സായാഹ്ന സവാരി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു വാൻ നിറയെ വീട്ടു സാധനങ്ങളുമായി വീടിന് മുന്നിൽ വന്നു നിൽക്കുന്നതും കാർപ്പറ്റും മറ്റ് വീട്ടു സാധനങ്ങളും അവിടെ ഇറക്കുന്നതും കണ്ടു. ഞാൻ ഊഹിച്ചു അവിടെ ആരോ താമസത്തിന് എത്തിയിരിക്കുന്നുവെന്ന്. ആരായിരിക്കും പുതിയ വിരുന്നുകാർ എന്ന ആലോചനയുമായി നടന്നു നീങ്ങുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, മുകളിലത്തെ ജനാലയിൽ നിന്ന് എന്നെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ഒരു മിന്നൽ പോലെ ആ മുഖം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താണ് തോന്നിയതെന്ന് വിശ്വസിക്കാൻ പ്രയാസം. മിസ്റ്റർ ഹോംസ്, ഒരു തരിപ്പ് ശരീരത്തിലാകെ കയറിയതുപോലെയായി ഞാൻ. കുറെ ദൂരെ ആയിരുന്ന എനിക്ക് ജനാലയ്ക്കരികിലെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. എന്നാലും അസാധാരണമായ എന്തോ ഒന്ന് ആ മുഖത്ത് വിളങ്ങുന്നുണ്ടായിരുന്നു. ഒന്നുകൂടി വിശദമായി കാണണമെന്ന മോഹത്തോടെ ഞാൻ കുറെ കൂടി അടുത്തേക്ക് നീങ്ങി നിന്നു. പൊടുന്നനെ ആ മുഖം മുറിയിലെ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമായി. കുറച്ചുനേരം സംഭവമാകെ വിശകലനം ചെയ്ത ഞാൻ അവിടെ തന്നെ നിന്നു. ആ മുഖം ഒരു സ്ത്രീയുടേതാണോ അല്ല പുരുഷൻ്റേതാണോ എന്ന് പോലും എനിക്ക് ഓർത്തെടുക്കാനായില്ല. പക്ഷേ ഒരു പ്രത്യേകത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു മഞ്ഞ മുഖമായിരുന്നു. ഇരുണ്ട മഞ്ഞ നിറം, കർക്കശവും പൈശാചികവും എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വികൃതമായ പേടിപ്പെടുത്തുന്ന ഒരു മുഖം. എൻ്റെ ആകാംക്ഷ ആ വീടിനകത്തേക്ക് കയറി ചെല്ലുവാൻ എന്നെ നിർബന്ധിച്ചു. വാതിലിൽ മുട്ടിയതും അത് തുറന്നു. നീണ്ടു മെലിഞ്ഞ ഗൗരവകാരിയായ ഒരു സ്ത്രീ വാതിൽ തുറന്നു. എന്തു വേണം? ഒരു മര്യാദയുമില്ലാതെ ആ സ്ത്രീ ചോദിച്ചു. ഞാൻ നിങ്ങളുടെ അയൽക്കാരനാണ്. എൻ്റെ വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. നിങ്ങളിപ്പോൾ എത്തിയതല്ലേ ഉള്ളൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോഴല്ലേ അതപ്പോൾ അറിയിക്കാം. അവജ്ഞയോടെ ആ വാതിൽ എൻ്റെ മുന്നിൽ കൊട്ടിയടച്ചു. അമ്പരപ്പോടെ ഞാൻ അല്പനേരം അവിടെ നിന്ന് തിരിച്ചു നടന്നു. അന്ന് മുഴുവൻ ആ വിചിത്രമായ കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് ഞാൻ നടന്നു. എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും ഭാര്യയോട് ഞാൻ സംസാരിച്ചില്ല. സ്വതവേ മനസ്സിന് തീരെ കട്ടിയില്ലാത്തവളാണ് അവൾ. വെറുതെ എന്തിന് അവൾ ഇതൊക്കെ പറഞ്ഞ് അയൽക്കാരെക്കുറിച്ച് ഒരു മുൻവിധി ഉണ്ടാക്കണം? ആ കോട്ടേജിൽ പുതിയ താമസക്കാരെത്തിയെന്ന് മാത്രം ഞാൻ അവളോട് പറഞ്ഞു. അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. സ്വതവേ വളരെ വേഗത്തിൽ ഗാഠനിദ്ര പ്രാപിക്കുന്നയാളാണ് ഞാൻ. രാത്രിയിൽ എന്ത് സംഭവിച്ചാലും ഞാൻ അറിയില്ല. പക്ഷേ അന്നു രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പകുതി ഉറക്കത്തിൽ മുറിക്കുള്ളിലെ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഭാര്യ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ഞാൻ അവളുടെ മുഖത്തെ വിളർച്ചയും കനത്ത ശ്വാസഗതിയും വളരെ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളും കണ്ടു. അവൾ മുറിയിൽ നിന്നും പതുക്കെ പുറത്തിറങ്ങി. വാതിലിൻ്റെ ഞെരുക്കം കേട്ടപ്പോൾ ഞാൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. സമയം നോക്കിയപ്പോൾ രാത്രി 3 മണി. വെളുപ്പിന് 3 മണിക്ക് വീടിന് പുറത്തുള്ള നടപ്പാതയിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്ത് കാര്യം? ഞാൻ അത്ഭുതപ്പെട്ടു. കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിൽ വിശകലനം ചെയ്തുകൊണ്ട് 20 മിനിറ്റോളം ഞാൻ അങ്ങനെ ഇരുന്ന് കാണണം. അങ്ങനെ ഇരിക്കുമ്പോൾ താഴെ വാതിലടയുന്നതും കോണിപ്പടി കയറി വരുന്ന ശബ്ദവും കേട്ടു. അവൾ മുറിയിൽ കയറിയതും ഞാൻ ചോദിച്ചു, എഫി, നീ എവിടെ പോയിരുന്നു? വീണ്ടും വിചിത്രമായിരുന്നു അവളുടെ പെരുമാറ്റം. ആ ചോദ്യം കേട്ടതോടെ അവൾ ഒന്ന് ഞെട്ടുകയും തുടർന്ന് വാവിട്ട് കരയാനും തുടങ്ങി. നിങ്ങൾ ഉണർന്നിരിക്കുകയായിരുന്നോ ജാക്ക്? നിങ്ങൾ ആശ്ചര്യപ്പെടുന്നതിൽ എനിക്ക് തീരെ അത്ഭുതമില്ല. എനിക്ക് കുറച്ച് ശുദ്ധവായു കിട്ടാനായി ഞാൻ പുറത്തിറങ്ങിയതും അല്പനേരം കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. വളരെ ശ്രദ്ധേയമായി എനിക്ക് തോന്നിയത് ഇതൊക്കെ പറയുമ്പോൾ ഒരിക്കൽ പോലും അവൾ എൻ്റെ മുഖത്ത് നോക്കിയില്ല എന്നതാണ്. അവളുടെ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാനായില്ല. അവളുടെ കണ്ണുകളും വാക്കുകളും കളവ് പറയുന്നുവെന്ന് വളരെ വ്യക്തമായിരുന്നു. തളർന്ന ഹൃദയത്തോടെ നിശബ്ദമായ ചുവരുകളിലേക്ക് ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ 1000 വിഷസർപ്പങ്ങൾ തലയുയർത്തി ആടുകയായിരുന്നു. എന്താണ് അവൾ എന്നിൽ നിന്നും ഒളിച്ചു വെക്കുന്നത്? പിറ്റേന്ന്
പ്രഭാത ഭക്ഷണം കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ പുറത്തിറങ്ങി. ക്രിസ്റ്റൽ പാലസ് വരെ ഞാൻ നടന്നു. ആ മൈതാനത്ത് 1 മണിക്കൂർ ചെലവഴിച്ച് ഉച്ചയോടെ നോർബൂറിൽ തിരിച്ചെത്തി. മനഃപൂർവ്വം ഞാൻ വയൽക്കരയിലെത്തിയപ്പോൾ വെറുതെ ഞാൻ ആ വീടിൻ്റെ ജനാലയിലേക്ക് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ മിസ്റ്റർ ഹോംസ്, അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ഭാര്യ എഫി മുൻവശത്തെ വാതിൽ തുറന്ന് ഇറങ്ങി വരുന്നു. ഞാൻ അമ്പരന്ന് നിൽക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. എന്നേക്കാൾ അമ്പരപ്പിലായിരുന്നു അവൾ. ഓ ജാക്ക്, പുതിയതായി വന്ന അയൽക്കാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോയതാണ്. എന്താ ജാക്ക് തുറച്ചു നോക്കുന്നത്? ഇഷ്ടമായില്ലേ? അപ്പോൾ ഇവിടെയാണ് ഇന്നലെ രാത്രിയും നീ വന്നത് അല്ലേ? ജാക്ക്, എന്താണ് ഈ പറയുന്നത്? നീ ഇവിടേക്ക് തന്നെയാണ് ഇന്നലെ വന്നത്. എനിക്കൊരു സംശയവുമില്ല. ഈ സമയത്ത് വിരുന്നു പോകാൻ തക്കവണ്ണം ആരാണവർ? ഞാൻ ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടില്ല. നീ പറയുന്നത് മുഴുവൻ കള്ളമാണ്. നിന്റെ കണ്ണുകൾ തന്നെ പറയുന്നുണ്ട്. നിന്റെ ശബ്ദം പതറുന്നത് തന്നെ അതിന് തെളിവാണ്. ഞാൻ എന്തെങ്കിലും എപ്പോഴെങ്കിലും നിന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടോ? എന്തായാലും നീയൊന്നും പറയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ അകത്ത് കയറി ഇതൊന്ന് അന്വേഷിക്കാം. വേണ്ട ജാക്ക്, വേണ്ട. ദൈവത്തെ ഓർത്ത് അത് ചെയ്യരുത്. അവൾ പറയുന്നതൊന്നും വകവയ്ക്കാതെ ഞാൻ വാതിലിൻ്റെ നേരെ നീങ്ങിയപ്പോൾ അവൾ എൻ്റെ ഷർട്ടിന് കടന്നു പിടിച്ചു. ദയവ് ചെയ്ത് ഇപ്പോൾ അവിടെ കയറരുത്. കയറിയാൽ അങ്ങേക്ക് ദുരിതം മാത്രമേ അതുകൊണ്ടുണ്ടാവൂ. ഞാനെല്ലാം പറയാം ജാക്ക്. എനിക്കല്പം സമയം തരൂ. എന്നെ വിശ്വസിക്കൂ ജാക്ക്. എൻ്റെ കൂടെ വീട്ടിലേക്ക് വരൂ. അതല്ല, ഇപ്പോൾ ഈ വീട്ടിൽ കയറാനാണ് ഭാവമെങ്കിൽ നമ്മൾ തമ്മിൽ ഇതോടെ എല്ലാം അവസാനിക്കും. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ആ വാക്കുകളിലെ ദയനീയതയും ആത്മാർത്ഥതയും എന്നെ ഒന്നും ചെയ്യാൻ അനുവദിച്ചില്ല. ആ വാതിലിന് മുൻപിൽ ഞാൻ കുറേ നേരം വെറുതെ ഇരുന്നു. അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ അനുസരിക്കാം. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്നെ പിടിവിടാതെ ചേർന്ന് നിന്നുകൊണ്ട് വീട്ടിലേക്ക് നടക്കാൻ അവൾ ധൃതി കൂട്ടി. തിരികെ പോകുമ്പോൾ വെറുതെ ഞാൻ ആ ജനാലയ്ക്ക് തിരിഞ്ഞു നോക്കി. അന്നു കണ്ട നിർവികാരമായ മഞ്ഞമുഖം ഞങ്ങളെ തന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. എന്തായിരിക്കും ഈ വൃത്തികെട്ട ജന്തുവും എൻ്റെ ഭാര്യ എഫിയുമായുള്ള ബന്ധം? അടുത്ത 2 ദിവസങ്ങളിലും ഞാൻ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. എനിക്ക് തന്ന വാക്കുകൾ പാലിക്കുന്നതിൽ ഭാര്യ ശ്രദ്ധാലുവായിരുന്നു. അവളും വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. എന്നാൽ 3-ാം ദിവസം വാഗ്ദാനം എല്ലാം ലംഘിച്ച് അവളുടേതായ ലോകത്തേക്ക് അവൾ നടന്നു തുടങ്ങി. അന്ന് ഞാൻ രാവിലെ തന്നെ ടൗണിലേക്ക് പോയി. തിരിച്ച് സാധാരണ മടങ്ങാറുള്ള 3:30 ട്രെയിനിന് പകരം 2:40 ട്രെയിനിൽ വീട്ടിലെത്തി. വീട്ടിലേക്ക് കടന്ന ഉടനെ ഞാൻ കണ്ടത് വേലക്കാരിയുടെ പരിഭ്രമിച്ച മുഖമാണ്. നിന്റെ യജമാനത്തിയോടെ പുറത്ത് നടക്കാൻ പോയെന്ന് തോന്നുന്നു. ഞാൻ വീണ്ടും അസ്വസ്ഥനായി മുകളിൽ പോയി. എഫി വീട്ടിലില്ലെന്ന് ഉറപ്പാക്കാനായി മുറിയിലാകെ നോക്കി. ജനാലയിലൂടെ വെറുതെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് വേലക്കാരി വയൽവരമ്പിലൂടെ കോട്ടേജിനെ ലക്ഷ്യമാക്കി ഓടുന്നതാണ്. എനിക്കെല്ലാം മനസ്സിലായി. എഫി ആ വീട്ടിലേക്ക് പോയ ശേഷം ഞാൻ തിരിച്ചെത്തുകയാണെങ്കിൽ വിവരമറിയിക്കാൻ വേലക്കാരി ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. കോപം കൊണ്ട് വിറച്ച ഞാൻ താഴേക്ക് പെട്ടെന്ന് ചാടിയിറങ്ങി. 2-1 അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് തീരുമാനിച്ച് ഞാൻ ആ കോട്ടയെ ലക്ഷ്യമാക്കി ഓടി. ഇടവഴിയിലെത്തിയപ്പോഴേക്കും ഭാര്യയും വേലക്കാരിയും എതിരെ നടന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിന്നില്ല. എൻ്റെ ജീവിതത്തിൽ കരിനിഴൽ പരത്തിയ ആ രഹസ്യം ഇന്നെനിക്കറിയണം. ഞാൻ വാതിൽക്കൽ മുട്ടിയതുപോലുമില്ല. വാതിൽ തള്ളി തുറന്ന് ഞാൻ അകത്ത് കയറി. ആ വീട് മുഴുവൻ ശാന്തവും ശൂന്യവുമായിരുന്നു. താഴത്തെ നിലയിൽ ഒന്നും തന്നെ കണ്ടില്ല. പിന്നെ മുകളിൽ കയറി 2 മുറികളും പരിശോധിച്ചു. എല്ലാം ശൂന്യം. അവിടെ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ഒരാളെയും കാണാനായില്ല. മഞ്ഞമുഖം തെളിഞ്ഞു നിന്ന ജനലുള്ള മുറിയൊഴികെ എല്ലാ മുറികളിലും തരം താണ ചിത്രങ്ങളും ഗൃഹോപകരണങ്ങളും മാത്രം. ആ മുറിയിലാവട്ടെ എൻ്റെ ഭാര്യയുടെ ചിത്രം ഷെൽഫിന് മുകളിൽ വച്ചിരിക്കുന്നു. വീട് പൂർണ്ണമായും വിജനമാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി ഞാൻ ഭാരമേറിയ ഹൃദയവുമായി വീട്ടിലേക്ക് മടങ്ങി. മുറിയിലേക്ക് കടന്ന് വാതിലടയ്ക്കുന്നതിന് മുൻപായി അവളും അകത്ത് കടന്നു. ഞാൻ ക്ഷമ ചോദിക്കുന്നു ജാക്ക്. ഞാൻ എൻ്റെ വാക്ക് തെറ്റിച്ചു. എല്ലാം മനസ്സിലായി കഴിയുമ്പോൾ താങ്കൾക്ക് എന്നോട് ക്ഷമിക്കാതിരിക്കാനാവില്ല. എങ്കിലെല്ലാം എന്നോട് തുറന്നു പറയൂ. ഇപ്പോഴില്ല ജാക്ക്, ഇപ്പോഴൊന്നും ചോദിക്കരുത്. അവിടെ ആരെയാണ് നീ കാണാൻ പോയതെന്നും ആർക്കാണ് ആ ചിത്രം സമ്മാനിച്ചതെന്നും അറിയാതെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത്രയും പറഞ്ഞ് അമർത്തി ചവിട്ടി ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു. അത് ഇന്നലെയായിരുന്നു. അതിൽ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ വീണ ആദ്യത്തെ സംശയത്തിൻ്റെ നിഴലാണിത്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇന്ന് രാവിലെയാണ് ഞാൻ താങ്കളെക്കുറിച്ച് ഓർത്തതും അങ്ങയുടെ ഉപദേശം നേടാൻ തോന്നിയതും. ഹോംസും വാട്സണും ഈ വിവരണം മുഴുവൻ കേട്ടിരുന്നു. പറയൂ, താങ്കൾ കണ്ടത് ഒരു മനുഷ്യരൂപം തന്നെയാണോ? ഹോംസ് ചോദിച്ചു. എല്ലായ്പ്പോഴും കുറച്ച് അകലിൽ നിന്ന് മാത്രമാണ് ഞാനത് കണ്ടത്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാനും വയ്യ. എന്നാലും താങ്കൾക്ക് ആ മുഖം ഓർക്കുന്നത് വെറുപ്പാണ് അല്ലേ? താങ്കളുടെ ഭാര്യ 100 പൗണ്ട് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? ഏതാണ്ട് 2 മാസം. എന്നെങ്കിലും താങ്കൾ അവരുടെ ഭർത്താവിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഇല്ല. അയാളുടെ മരണശേഷം അധികം താമസിയാതെ തന്നെ അറ്റ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ എല്ലാം നശിച്ചു പോയി. എന്നിട്ടും അവരുടെ കയ്യിൽ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അത് താങ്കൾ കാണുകയും ചെയ്തു. അത് അവൾ പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയതാണ്. അമേരിക്കയിൽ അവരെ പരിചയമുള്ള ആരെങ്കിലും താങ്കൾ കണ്ടുമുട്ടുകയുണ്ടായോ? ഇല്ല.
എപ്പോഴെങ്കിലും അവർക്ക് വീണ്ടും അവിടെ പോകണമെന്ന് പറയുകയുണ്ടായോ? ഇല്ല. എന്തെങ്കിലും കത്തിടപാടുകൾ അവിടെ നിന്നും? എൻ്റെ അറിവിലില്ല. താങ്ക് യു മിസ്റ്റർ ജാക്ക്. ഇനി നമുക്ക് സംഭവത്തിലേക്ക് മടങ്ങാം. ആ വീട് വിജനമാണെങ്കിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വരവ് മുൻകൂട്ടി അറിഞ്ഞ് വീട്ടിലുള്ളവർ മാറിക്കളഞ്ഞതാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ പരിഹരിക്കാം. താങ്കൾ നോർബുറിയിലേക്ക് ഉടൻ തന്നെ തിരിച്ചു പോകണം. അവിടെ പോയി ആ ജനാലകൾ പുറത്തുനിന്നും നിരീക്ഷിക്കുക. അവർ മടങ്ങിയെത്തിയെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ വീടിനകത്തേക്ക് തള്ളിക്കയറുകയൊന്നും ചെയ്യരുത്. പകരം ഞങ്ങളെ വിവരം അറിയിക്കുക. ഒരു കേബിൾ അയച്ചാൽ മതിയാകും. 1 മണിക്കൂറിനകം ഞങ്ങൾ അവിടെ എത്തിക്കൊള്ളാം. ഈ പ്രശ്നങ്ങൾക്ക് ഒരവസാനം കണ്ടെത്തുകയും ചെയ്യാം. അതൊരു ഒഴിഞ്ഞ വീടാണെങ്കിൽ എങ്കിൽ ഞാൻ നാളെ അവിടെ എത്താം. എന്നിട്ട് വിശദമായി സംസാരിക്കാം. എന്തായാലും ഇപ്പോൾ നമുക്ക് പിരിയാം. ഒരു കാര്യം മനസ്സിലാക്കുക, കാരണമില്ലാതെ താങ്കൾ മനസ്സ് വിഷമിക്കുന്നതിൽ അർത്ഥമില്ല. മിസ്റ്റർ ഗ്രാൻഡ് മൺട്രോയെ വാതിൽ വരെ അനുഗമിച്ച് തിരിച്ചു വന്ന ഹോംസ് പറഞ്ഞു. മിസ്റ്റർ വാട്സൺ, എന്തു തോന്നുന്നു? എവിടെയോ ഒരു വശപ്പിശകുള്ള പോലെ. അതെ, ബ്ലാക്ക് മെയിൽ തന്നെയാണെന്ന് തോന്നുന്നു. എങ്കിൽ ആരായിരിക്കും ആ ബ്ലാക്ക് മെയിലർ? അത് അവരുടെ പൂർണ്ണകായ ചിത്രം ആസ്വദിച്ച് ആ മുറിയിൽ കഴിയുന്ന ജന്തു തന്നെ. മിസ്റ്റർ വാട്സൺ, ആ വാതിൽക്കൽ വന്നു മറിയുന്ന മുഖത്തിന് ഒരു പ്രത്യേക വശ്യതയുണ്ട്. ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒരേ കാര്യത്തിലേക്കാണ്. എന്തു കാര്യം? വെറും ഒരു ഭാവന മാത്രമാണ്. ഇത് ശരിയായാൽ എനിക്ക് അത്ഭുതം തോന്നുകയില്ല. ആ സ്ത്രീയുടെ മുൻ ഭർത്താവാണ് ആ മുറിയിലുള്ളത്. എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? അവരുടെ രണ്ടാമത്തെ ഭർത്താവ് വീട്ടിനുള്ളിൽ പ്രവേശിക്കരുതെന്ന് അവർക്കെന്താണ് ഇത്ര നിർബന്ധം? ഞാൻ ഊഹിക്കുന്നത് ഈ വഴിക്കാണ്. ആ സ്ത്രീ അമേരിക്കയിൽ വെച്ച് വിവാഹിതയായി. അവളുടെ ഭർത്താവ് ഏതോ സ്വഭാവ ദൂഷ്യങ്ങൾക്ക് അടിമപ്പെട്ടയാളായിരിക്കണം. അല്ലെങ്കിൽ അയാൾക്ക് വല്ല മാരക രോഗവും പിടിപെട്ടിട്ടുണ്ടാവാം. ഭീമത്സമായ എന്തെങ്കിലും രോഗം. അയാളെ ഉപേക്ഷിച്ച് അവർ ഇംഗ്ലണ്ടിലേക്ക് കടക്കുന്നു. പേരുമാറ്റി പുതിയ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നു. അവർ വിവാഹിതയായിട്ട് 3 വർഷം കഴിഞ്ഞു. അവൾക്ക് ഇപ്പോൾ സുരക്ഷിതത്വമായി. മരണപ്പെട്ട ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവർ മൺട്രോയെ കാണിച്ചത്. എല്ലാം ഭദ്രമാണെന്ന് കരുതിയിരിക്കുമ്പോഴാണ് പഴയ ഭർത്താവ് അവളെ കണ്ടുപിടിക്കുന്നത്. അയാൾ ഇവരെക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ബ്ലാക്ക് മെയിലിങ്ങിനായി ശ്രമിക്കുന്നു. 100 പൗണ്ട് അയച്ചു കൊടുത്ത് അയാളെ ശാന്തനാക്കാൻ അവർ ശ്രമിച്ചു നോക്കി. നോർബുറിയിൽ അയാൾ എത്തിയത് മൺട്രോയിൽ നിന്നും പുതിയ താമസക്കാരെത്തിയ വിവരം അറിയുമ്പോൾ തന്നെ ആ സ്ത്രീ ഊഹിച്ചിരിക്കണം. ഭർത്താവ് ഉറക്കമായപ്പോൾ തന്നെ ശാന്തമായി ജീവിക്കാൻ അനുവദിക്കണമെന്നപേക്ഷിച്ച് അവർ അവിടെ ചെന്ന് കാണും. ആ ശ്രമം പരാജയപ്പെട്ടിരിക്കാം. അതുകൊണ്ടാവണം അവർ വീണ്ടും പോയത്. അവിടെ നിന്നിറങ്ങുമ്പോഴാണ് മൺട്രോ അവരെ കാണുന്നത്. ഇനി അവിടെ പോകില്ലെന്ന് ഉറപ്പ് കൊടുത്തെങ്കിലും അയാളെ ഭയന്നാകണം 3-ാം ദിവസവും അവർ ആ വീട്ടിൽ ചെല്ലുന്നത്. ഒരുപക്ഷെ ആ ഫോട്ടോ അയാൾ ആവശ്യപ്പെട്ടതാവാം. ഇതിനിടയ്ക്ക് മൺട്രോ മടങ്ങിയെത്തിയത് അറിയിക്കാൻ വേലക്കാരി എത്തിയ ഉടനെ വീട്ടിലുള്ളവർ അടുത്തുള്ള ഫിർ തോട്ടത്തിൽ ചെന്ന് ഒളിച്ചിരുന്നിട്ടുണ്ടാവണം. അതും വേലക്കാരിയുടെ നിർദ്ദേശപ്രകാരമാവാൻ വഴിയുണ്ട്. മൺട്രോ വീട്ടിൽ എത്താൻ സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞു കാണും. അതുകൊണ്ടാണ് വീടിനകത്ത് അയാൾ ആരെയും കാണാഞ്ഞത്. മൺട്രോ ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴും അതൊഴിഞ്ഞു തന്നെ കിടക്കുന്നുവെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. എൻ്റെ നിഗമനത്തെക്കുറിച്ച് എന്തു പറയുന്നു വാട്സൺ? എല്ലാം സംഭവിക്കാവുന്നതാണ്. പക്ഷേ കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ച് ഞാനൊരു തിയറി ഉണ്ടാക്കിയതാണ്. ഇനി പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് പുനഃപരിശോധിക്കാൻ എളുപ്പമാണ്. കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നോർബുറിയിൽ നിന്നും എന്തെങ്കിലും വരട്ടെ, എന്നിട്ടാവാം നമുക്ക് പ്ലാൻ ചെയ്യാൻ. അവർക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ചായ കുടിച്ചു കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ഒരു ടെലഗ്രാം വന്നു. കോട്ടേജിൽ താമസക്കാരെത്തി. ജനാലയ്ക്കൽ വീണ്ടും ആ മുഖം കണ്ടു. നിങ്ങൾ 7 മണിക്കുള്ള ട്രെയിനിൽ വരുമെന്ന് കരുതുന്നു. നിങ്ങൾ വരുന്നതുവരെ ഞാനൊന്നും ചെയ്യില്ല. അവർ തീവണ്ടിയിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയതും മൺട്രോയെ കണ്ടു. അയാൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മുഖമാകെ വിറങ്ങലിച്ച് ക്ഷോഭം അയാളുടെ മുഖത്ത് പ്രതിഫലിച്ചു. അവരിപ്പോഴും അവിടെ തന്നെയുണ്ട് മിസ്റ്റർ ഹോംസ്. ഹോംസിന്റെ കൈ പിടിച്ചുകൊണ്ട് മൺട്രോ പറഞ്ഞു. ഞാൻ അതുവഴി വരുമ്പോൾ അകത്ത് വിളക്കുകൾ പ്രകാശിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഈ നാടകം അവസാനിപ്പിക്കണം. അപ്പോൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാൻ അകത്തേക്ക് തള്ളിക്കയറുവാൻ തീരുമാനിച്ചു. നിങ്ങൾ 2 പേരും എൻ്റെ കൂടെ ഉണ്ടാവണം, സാക്ഷികളായി. നിങ്ങളുടെ ഭാര്യയുടെ മുന്നറിയിപ്പ് അപ്പോൾ വകവെക്കുന്നില്ല അല്ലേ? അതെ, ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഇത് തന്നെയാവണം ഉചിതമായ തീരുമാനം എന്ന് എനിക്കും തോന്നുന്നു. അനിശ്ചിതമായി നീളുന്ന സംശയത്തേക്കാൾ എത്രയോ ഭേദം അറിയാവുന്ന അസുഖകരമായ സത്യം തന്നെയാണ്. നിയമപരമായി നമ്മൾ ചെയ്യുന്നതിന് സാധുതയില്ലെങ്കിലും നമുക്ക് അങ്ങോട്ട് നീങ്ങാം. കട്ടി കൂടി വന്ന ഇരുട്ടിൽ നേർത്ത മഴത്തുള്ളികൾ കൂടി വീണു തുടങ്ങിയപ്പോൾ രാത്രിക്ക് പിന്നെയും അവ്യക്തത കൈവന്നു. കുറ്റിച്ചെടികൾ കാടുപോലെ വളർന്ന നിരത്തിലൂടെ അവർ ഇടവഴിയിലേക്ക് കയറിയപ്പോഴേക്കും മഴ ശരിക്കും പെയ്തു തുടങ്ങി. മുന്നിൽ അക്ഷമയോടെ മൺട്രോ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടുകയായിരുന്നു. അവർ അയാൾക്കൊപ്പം എത്താൻ പാടുപെട്ടു. ദൂരെ അയാളുടെ വീട് ചൂണ്ടിക്കാണിച്ച് മൺട്രോ പറഞ്ഞു, അതാണ് എൻ്റെ വീട്. ഈ കാണുന്ന വിളക്കുകൾ നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്ന കോട്ടേജിലെയും
ഇടവഴിയിൽ നിന്നും തിരിഞ്ഞ് ഒരു മൂലയിലെത്തിയപ്പോൾ കോട്ടേജ് മുഴുവനായി കാണാൻ കഴിഞ്ഞു. മുൻവശത്തെ വാതിൽ തുറന്നു കിടന്നു. മുകളിലത്തെ മുറിയിൽ വെളിച്ചം കണ്ടു. അകത്ത് ജനാലയിലെ കർട്ടന് പിന്നിൽ ഒരു രൂപം നീങ്ങുന്നത് കാണാം. അതാ, ആ അനങ്ങുന്നതാണ് ആ ജന്തു. അവിടെ മറ്റാരോ കൂടിയുണ്ട്. വരൂ, നമുക്കെല്ലാം ഇപ്പോൾ തന്നെ അറിയണം, മൺട്രോ പറഞ്ഞു. അവർ വാതിക്കലേക്ക് നടന്നു തുടങ്ങിയതും ഇരുട്ടിൽ നിന്നും പെട്ടെന്ന് ഒരു സ്ത്രീ കയറി വന്നു. അവരുടെ മുഖം ശരിക്ക് കാണാൻ കഴിഞ്ഞില്ല. കൂപ്പിയ കൈകളോടെ അവർ അഭ്യർത്ഥിച്ചു, ദൈവത്തെ ഓർത്ത് അരുത് ജാക്ക്, എനിക്ക് ഒരു ഉൾവിളി ഉണ്ടായിരുന്നു. താങ്കൾ ഇന്ന് വരുമെന്ന്. എന്നെ വിശ്വസിക്കൂ, ഒന്നുകൂടി ചിന്തിക്കൂ, ഇതിൽ നിന്നും പിന്മാറൂ. എങ്കിൽ താങ്കൾക്കിനി ദുഃഖിക്കേണ്ടി വരില്ല. എഫി, ഞാൻ നിന്നെ ആവശ്യത്തിലധികം വിശ്വസിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് അകത്ത് കടന്നേ പറ്റൂ, മൺട്രോ ഗൗരവമായി പറഞ്ഞു. ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. ഈ ഏർപ്പാട് ഇന്ന് അവസാനിപ്പിക്കണം. അവളെ തള്ളി മാറ്റി മൺട്രോ മുന്നോട്ട് നീങ്ങി. തൊട്ടു പിന്നിൽ വാട്സനും ഹോംസും വാതിൽ കടന്ന് ഉള്ളിലേക്ക് നീങ്ങിയപ്പോൾ പ്രായമായ ഒരു സ്ത്രീ ഓടിയെത്തി. അവരെയും തള്ളി മാറ്റി മൺട്രോ മുന്നോട്ട് നീങ്ങി. അവർ 1-ാം നിലയിലേക്ക് ഓടിക്കയറി. വെളിച്ചമുള്ള മുറിയിലേക്ക് അവർ പ്രവേശിച്ചു. നന്നായി ഫർണിഷ് ചെയ്ത മുറി. മേശപ്പുറത്തും അലമാരയുടെ മുകളിലുമൊക്കെ മെഴുകുതിരി കത്തുന്നുണ്ടായിരുന്നു. മൂലയ്ക്ക് മേശയിൽ കൈകളൂന്നി ഒരു പെൺകുട്ടി ഇരിക്കുന്നു. ആൾക്കാരെ കണ്ടതും അവൾ മുഖം തിരിച്ചു കളഞ്ഞു. ചുവന്ന ഫ്രോക്കും വെളുത്ത കയ്യുറയും ധരിച്ച അവളുടെ പ്രകൃതം കാണാൻ നല്ല ഭംഗിയുണ്ട്. അവൾ മുഖം തിരിച്ച് അവരെ നോക്കിയപ്പോൾ ആ മുഖം കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അത്രയ്ക്ക് ഭയാനകമായിരുന്നു ആ മുഖം. നിർവികാരവും വിവർണവുമായ ഒരു മഞ്ഞ മുഖം. ഞൊടിയിടയിൽ ഹോംസ് ആ രഹസ്യത്തിന്റെ കെട്ടഴിച്ചു. അവളുടെ മുഖത്തു നിന്നും ആ പൊയ്മുഖം ഒരു ചെറിയ ചിരിയോടെ ഹോംസ് വലിച്ചെടുത്തു. ഇപ്പോൾ കാക്കയെ തോൽപ്പിക്കുന്ന കറുത്തിരുണ്ട ഒരു നീഗ്രോ ബാലിക തന്റെ വെളുത്ത പല്ലുകൾ കാട്ടി ഇളിച്ചുകൊണ്ട് നിൽക്കുന്നു. അവൾ ചിരിക്കുകയാണ് ഉറക്കെ. എല്ലാവർക്കും അതിൽ പങ്കുചേരാതിരിക്കാനായില്ല. പക്ഷേ മൺട്രോ എന്തു ചെയ്യണമെന്നറിയാതെ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കി നിന്നു. ദൈവമേ, എന്തൊക്കെയാണ് ഈ കാണുന്നത്? ഇതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ തന്നെ വിവരിക്കാം. എഫി മുറിയിലേക്ക് കയറി അഭിമാനം സ്ഫുരിക്കുന്ന കണ്ണുകളോടെ ഉറക്കെ പറഞ്ഞു തുടങ്ങി. ഇതുവരെ ഞാനത് പറയാതിരുന്നു. ഇപ്പോൾ അങ്ങ് തന്നെ അത് പറയാൻ നിർബന്ധിക്കുന്നു. ഇനി നമുക്ക് ഈ രഹസ്യം ഒരുമിച്ച് പരസ്യമാക്കാം. അറ്റ്ലാന്റയിൽ വെച്ച് എൻ്റെ ഭർത്താവ് മരിച്ചു. പക്ഷേ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു. നിന്റെ കുഞ്ഞ്? അവൾ മാറിടത്തിൽ തൂങ്ങിക്കിടന്ന വെള്ള ലോക്കറ്റ് നീട്ടി പറഞ്ഞു. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതിൻ്റെ ഒരറ്റത്ത് ചെറിയ സ്പ്രിങ്ങിൽ സ്പർശിച്ചതും ലോക്കറ്റ് തുറന്നു. ഒറ്റ നോട്ടത്തിൽ ആകർഷകമായ മുഖത്തോടെ ഒരു ആഫ്രിക്കൻ വംശജന്റെ ചിത്രമായിരുന്നു അതിൽ. സുമുഖനും ബുദ്ധിമാനുമാണെന്ന് വിളിച്ചോതുന്നതായിരുന്നു അയാളുടെ മുഖം. ഇതാണ് ജോൺ ഹെബ്രോൺ, എഫി പറഞ്ഞു തുടങ്ങി. ഇത്രയും മാന്യനും സുമുഖനുമായ ഒരു മനുഷ്യൻ ഭൂമുഖത്ത് വേറെ ജനിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അഭിമാനത്തോടെ എൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും വിട്ട് അദ്ദേഹത്തെ വിവാഹം കഴിച്ച് ജീവിച്ചു. എനിക്കതിൽ തെല്ലും പരിതാപമില്ല. ഞങ്ങളുടെ ഏക മകൾ അദ്ദേഹത്തിൻ്റെ വംശസ്വഭാവത്തിലായി എന്നത് എൻ്റെ നിർഭാഗ്യം. കൊച്ചു ലൂസിക്ക് അവളുടെ അച്ഛനേക്കാൾ കറുപ്പാണ്. ഇത്തരം ബന്ധങ്ങളിൽ എപ്പോഴും അങ്ങനെയാണല്ലോ സംഭവിക്കാറ്. അവൾ എൻ്റെ സ്വന്തം മകളാണ്, എൻ്റെ സ്വന്തം മകൾ. ഇത് കേട്ടു നിൽക്കുന്ന ആ കൊച്ചുകുട്ടി ഓടി വന്ന് എഫിയുടെ ഗൗണിൽ തൂങ്ങി. അവളുടെ ആരോഗ്യം വളരെ മോശമായിരുന്നു. അതുകൊണ്ടാണ് അവളെ പെട്ടെന്ന് അമേരിക്കയിൽ നിന്നും കൊണ്ടുവരാഞ്ഞത്. പെട്ടെന്നൊരു മാറ്റം ഒരു പക്ഷേ അവൾക്ക് താങ്ങാനായില്ലെങ്കിലോ? ഇവളെ ഞങ്ങളുടെ വളരെ വിശ്വസ്തയായ വേലക്കാരിയെ ഏൽപ്പിച്ച് ഞാൻ മാത്രം ഇങ്ങോട്ട് പോന്നു. കുഞ്ഞിനെ ഉപേക്ഷിക്കുക എന്നത് എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജാക്ക്, നമ്മൾ അടുത്തു കഴിഞ്ഞതോടെ, തമ്മിൽ ഇത്രയധികം സ്നേഹിച്ചു കഴിഞ്ഞതോടെ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് പറയാൻ എനിക്ക് ഭയമായിരുന്നു. എൻ്റെ ധൈര്യമില്ലായ്മ ദൈവം എന്നോട് പൊറുക്കട്ടെ. സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെയോ അല്ലെങ്കിൽ എൻ്റെ സ്നേഹഭാജനത്തെയോ ഒരാളെ തിരഞ്ഞെടുക്കേണ്ടതായി വന്നപ്പോൾ ഞാൻ കുഞ്ഞിനെ വിട്ട് താങ്കളുടെ കൂടെ പോന്നു. 3 വർഷം ഞാൻ ഈ സത്യം അങ്ങയിൽ നിന്നും മറച്ചു വെച്ചു. കുഞ്ഞ് സുഖമായി കഴിയുന്നുവെന്നും അവളുടെ ദിവസേനയുള്ള വളർച്ചാ വിശേഷങ്ങളും ഞാൻ പരിചാരകയിൽ നിന്നും അറിഞ്ഞുകൊണ്ടിരുന്നു. അവസാനം എൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണുവാനുള്ള ആഗ്രഹം എനിക്ക് അടക്കാനാവാതെയായി. അപകടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ചു കാലത്തേക്കെങ്കിലും അവളെ നോർബറിയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി 100 പൗണ്ട് ഇവർക്ക് കൊടുത്ത് ഒഴിഞ്ഞുകിടക്കുന്ന ഈ വീടും ഞാൻ വാടകയ്ക്കെടുത്തു. ആരും അറിയാതെ, ഞാൻ പോലും അറിയാതെ വേണം ഈ ഒരുക്കങ്ങളെന്ന് ഞാൻ വേലക്കാരിയെ പ്രത്യേകം പറഞ്ഞ് ചട്ടം കെട്ടിയിരുന്നു. എത്രമാത്രം മുൻകരുതലുകൾ ഞാൻ എടുത്തിരുന്നുവെന്നോ. പകൽ സമയങ്ങളിൽ കുട്ടിയെ പുറത്തു കൊണ്ടുപോകരുതെന്നും വീട്ടിനകത്തിരിക്കുമ്പോഴും കുട്ടിയുടെ മുഖവും കൈകളും മറയ്ക്കണമെന്നും ഞാൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു. ഒരു നീഗ്രോ കുട്ടി താമസം തുടങ്ങിയ കാര്യം പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരുക്കങ്ങളെല്ലാം. പക്ഷേ ഇത്രയൊക്കെ കരുതലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രയേറെ അപകടങ്ങളും സംഭവിക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഭയം മൂലം ഞാൻ ആകെ പരിഭ്രാന്തിയായി മാറുകയായിരുന്നു. ഈ വീട് ഒഴിഞ്ഞു കിടക്കുന്നുവെന്നും
പിന്നീട് ഇവിടെ ആൾക്കാർ താമസത്തിന് എത്തിയെന്നും ജാക്ക് അങ്ങ് തന്നെയാണ് എന്നെ അറിയിച്ചത്. എനിക്ക് നേരം പുലരുന്നത് വരെ ക്ഷമിക്കാമായിരുന്നു. പക്ഷേ എൻ്റെ ആകാംക്ഷ, കുഞ്ഞിനെ കാണാനുള്ള കൊതി എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. അങ്ങ് ഉണരില്ല എന്ന് കരുതി ഞാൻ രാത്രി തന്നെ പതുക്കെ പുറത്തിറങ്ങി. എല്ലാ കുഴപ്പങ്ങളും തുടങ്ങിയത് അവിടെ നിന്നാണ്. പിറ്റേ ദിവസം തന്നെ അങ്ങയ്ക്ക് ഈ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ എൻ്റെ വാക്ക് വിശ്വസിച്ച് അങ്ങ് വന്ന നിമിഷം വേലക്കാരി കുട്ടിയുമായി തഞ്ചത്തിൽ മറഞ്ഞു നിന്നു. ഇതാ ഇപ്പോൾ താങ്കളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് എനിക്കും കുഞ്ഞിനും ഇനി എന്ത് എന്ന് അങ്ങ് തന്നെ പറഞ്ഞാലും. കൈകൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് അവൾ ഉത്തരത്തിനായി കാത്തുനിന്നു. ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷം മൺറോ തന്നെ മറുപടി പറഞ്ഞു. അതാവട്ടെ വളരെ ഹൃദയകാരിയായി വാട്സനും ഹോംസിനും അനുഭവപ്പെട്ടു. കുഞ്ഞിനെ പൊക്കിയെടുത്ത് കവിളിൽ ഉമ്മ വെച്ച് ഭാര്യയെ ആശ്ലേഷിച്ചുകൊണ്ട് അയാൾ വാതിലിനടുത്തേക്ക് നീങ്ങി. എഫി, ഞാൻ അത്ര നല്ലയാളൊന്നുമല്ലായിരിക്കാം, എന്നാൽ നീ വിചാരിക്കുന്നത്ര മോശക്കാരനുമല്ല. മിസ്റ്റർ മൺറോ ആ കുട്ടിയെ കയ്യിലെടുത്ത് ഭാര്യ എഫിയുമായി അവരുടെ വീട്ടിലേക്ക് നടന്നു. വാട്സൺ, നമ്മുടെ സാന്നിധ്യം ഇപ്പോൾ ആവശ്യം നോർബുറിയിലേക്കാൾ ലണ്ടനിലാണ്. അന്നു രാത്രി മെഴുകുതിരി കത്തിച്ച് കിടപ്പുമുറിയിലേക്ക് പോകുന്നതുവരെ ഹോംസ് നിശബ്ദനായിരുന്നു. വാട്സൺ, ഇനി എപ്പോഴെങ്കിലും എന്നിൽ അമിത ആത്മവിശ്വാസം കാണുകയോ കേസുകളിൽ ആവശ്യത്തിന് ഉത്സാഹം കാണിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അങ്ങ് ദയവ് ചെയ്ത് എൻ്റെ ചെവിയിൽ പതുക്കെ മന്ത്രിക്കുക. ഓർക്കുക നോർബുറിയിലെ ഈ കേസ്.